ഹേയ്, എല്ലാവർക്കും നമസ്കാരം. ക്ലാസ്സിലായാലും ഓഫീസിലായാലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഒന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ തൊണ്ട വെട്ടുന്നുണ്ടോ, കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടോ, എന്തു പറയണമെന്ന് ആലോചിച്ച് ബ്ലാങ്കായി പോകുന്നുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോഴേക്കും ഈ പേര് മാറ്റി കോൺഫിഡൻസോടെ സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേടി എവിടെ നിന്ന് വരുന്നു എന്നാണ്. ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന ഭയം, ഞാൻ സംസാരിക്കുന്നത് മോശമാകുമോ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്ത. ചിലപ്പോഴൊക്കെ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിലോ എന്നൊരു പേടി മനസ്സിലുണ്ടാകും. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒറ്റ ഡയലോഗിൽ അങ്ങ് ഇംപ്രസ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ജീവിതം അങ്ങനെയല്ലല്ലോ. സത്യം പറഞ്ഞാൽ പെൺകുട്ടികളും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. അവർക്കും സന്തോഷവും സങ്കടങ്ങളും പേടിയുമൊക്കെയുണ്ട്. അവരെ ഒരു അന്യഗ്രഹ ജീവിയായി കാണുന്നത് നിർത്തിയാൽ തന്നെ നമ്മുടെ പകുതി പേടി മാറും. ഒറ്റയടിക്ക് പോയി പ്രപ്പോസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. നിങ്ങളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഓഫീസിലെ ഒരു പെൺകുട്ടിയോട് ഒരു പേന തരുമോ, അല്ലെങ്കിൽ ഇന്നലത്തെ നോട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങുക. ഒരു ഹായ് പറയുക, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി നൽകുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കും ഇതൊരു വലിയ അപകടമുള്ള കാര്യമല്ല എന്ന്. പതിയെ പതിയെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. പെൺകുട്ടികളുമായി സംസാരിക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട്. അടുത്തത് ഞാൻ എന്ത് പറയണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും. അതിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അതാണ് പ്രധാനം. നല്ലൊരു കേൾവിക്കാരനാകുക. അവരൊരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ഉദാഹരണത്തിന്, ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ആ സിനിമയിലെ ആ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അത് കാര്യങ്ങൾ എളുപ്പമാക്കും. നിങ്ങൾ നിങ്ങളായിരിക്കുക. മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം ശൈലിയിൽ സംസാരിക്കുക. കാണാതെ പഠിച്ച ഡയലോഗുകൾ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായി മാന്യമായി പെരുമാറുക. ഒരു പെൺകുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയാൽ മാന്യമായി അവിടുന്ന് പിന്മാറാൻ പഠിക്കുക. അത് നിങ്ങളെ ഒരു യഥാർത്ഥ ജെന്റിൽമാൻ ആക്കും. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. മച്ചാന്മാരെ, ജീവിതം ഒന്നേയുള്ളൂ. ആരെങ്കിലും എന്ത് വിചാരിക്കുമെന്ന് കരുതി മിണ്ടാതിരുന്നാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നൊന്ന് മിണ്ടാമായിരുന്നു എന്ന് തോന്നരുത്. പേടി സ്വാഭാവികമാണ്, പക്ഷേ ആ പേടിയെ മറികടക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിൽ മാറ്റം വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഇത്തരം അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ കോൺഫിഡന്റ്.